ഹലോ നമസ്കാരം. നിങ്ങൾ എത്ര പേര് ദ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്? ഇത് ചോദ്യമാണല്ലേ? തീർച്ചയായിട്ടും സിനിഫൈൽസിന് ഒരിക്കലും പരിചയപ്പെടുത്തേണ്ടി വരുന്ന ഒരു സിനിമയല്ല ദ ഗോഡ് ഫാദർ. 1972 റിലീസായ മാർലോൺ ബ്രാൻഡോയുടെയും അൽ പാച്ചിനോയുടെയും മൂവി. ഫിക്ഷൻ ആണെങ്കിൽ കൂടെ ലോകത്തിൽ എവിടെയും നടക്കാൻ സാധ്യതയുള്ള ഒരു കഥ അല്ലേ? ആ യൂണിവേഴ്സാലിറ്റി തന്നെയാണ് ആ സിനിമയെ ഔട്ട്സ്റ്റാൻഡിംഗ് ആക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇതൊരു നോവലിൻ്റെ അഡാപ്റ്റേഷൻ ആണ് എന്നുള്ള കാര്യം? 1969 പബ്ലിഷ് ചെയ്യപ്പെട്ട മറിയോ പുസോയുടെ ദ ഗോഡ് ഫാദർ എന്ന പേരിൽ തന്നെയുള്ള ബുക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കുഞ്ഞു മാഫിയ കുടുംബം. ഈ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കാര്യം അറിയായിരിക്കും. ഇതിൽ മർലൺ ബ്രാൻഡോയെ കാണിക്കുന്ന ഒരു ഇൻട്രോ സീനുണ്ട്. ഒരു ചെറിയൊരു പൂച്ചക്കുട്ടിയെ മടിയിൽ വെച്ചിട്ട് താലോലിച്ചിട്ടാണ് അദ്ദേഹം പരാതികൾ കേൾക്കുന്നത്. ആ ഒരു സീനിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പൂച്ചക്കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. വഴി കൂടെ പോയ സമയത്ത് ഒരു കൗതുകത്തിന് മർലൺ ബ്രാൻഡോ എടുത്ത് മടിയിൽ വെച്ചതാണ്. പക്ഷെ നോക്കൂ, ആ ഒരു സീനോട് കൂടി, അതായത് ഈ ഒരു മെയിൻ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന, അല്ലേ, നമ്മുടെ ഫസ്റ്റ്, അതായത് നമ്മളെ കാണിച്ചിട്ട് ഇതാണ് ഇദ്ദേഹം എന്ന് കാണിക്കുന്ന ആ ഒരു പവറും എല്ലാം നമ്മളെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന ഒരു ഏരിയ ആണത്, ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വഴി കൂടെ പോകുന്നൊരു പൂച്ചക്കുട്ടീനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് താലോലിച്ചുകൊണ്ട് അങ്ങനെ ആ പരാതി കേൾക്കുകയാണ്. അത് എത്രമാത്രം ആ സീനിനെ എലിവേറ്റ് ചെയ്തു, ആ ഒരു മൂവി, ആ ഒരു ഇൻട്രോ സീൻ, അല്ലേ? എപ്പോഴും ഇപ്പം നമ്മുടെ ആ പോസ്റ്ററിലടക്കം ആ ഒരു പിക്ചറാണ് ഉള്ളത്. ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് 3 പാട്ടുകളുണ്ട്. ദ ഗോഡ് ഫാദർ 1972 ഇറങ്ങിയ പടവും, പിന്നെ ഗോഡ് ഫാദർ 2, ഗോഡ് ഫാദർ 3, അങ്ങനെ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഗോഡ് ഫാദർ 2 തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? അതുപോലെ ഇതുപോലെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അറിവിൽ അറിയെങ്കിൽ ഷെയർ ചെയ്യും.